പരിപാടിയാണ് കേട്ടോ. നമ്മൾ തലേ ദിവസം എല്ലാ പരിപാടിയൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇതാണ് ഈ സംഘടനയുടെ പ്രസിഡന്റ്, ഞാനാണ് സെക്രട്ടറി. ചെറിയ പരിപാടി, നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും മാത്രം കൂടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മൾ രാവിലെ പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറിയൊരു പൂക്കൾ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും വന്നിട്ട് ഒരുങ്ങി റെഡിയായി കേരള കോസ്റ്റ്യൂമിൽ റെഡി ആയിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഓണത്തിന് ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടാ. ജസ്റ്റ് അവിടെ പേപ്പർ ഇരിക്കുകയാണ്, നമുക്ക് വാഴയില് വിരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ വേണ്ടിയിട്ട് രാഗി ചേച്ചി ആട്ടോ നമ്മുടെ മെയിൻ ഷെഫ്. എൽദോസിന് വിശന്നിട്ട് നമ്മൾ എൽദോസിന് നേരത്തെ ഫുഡ് കൊടുത്തേ. എൽദോസ് ഇത് കഴിക്കുന്നുണ്ട്. നമ്മളപ്പോ ഓണത്തിന്റെ ലാസ്റ്റ് ഇതായ പായസം വെച്ചോണ്ടിരിക്കുകയാണ്, പായസം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് കഴിക്കുമായിരിക്കും. എൽദോസിനാണിത്. எப்படி இருக்கு? நல்லா இருக்கு, சூப்பரா இருக்கு. நல்லா இருக்கு, சூப்பரா. നിങ്ങളെ எப்படி இருக்கு? സഞ്ജീഷ് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരിക്കും പറഞ്ഞോ. ആ ഹാപ്പിയാണ്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ കൂടി. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ഫീൽ കിട്ടി. ഓക്കെ, ഓൾ ഫാമിലി മെമ്പേഴ്സ്. ചേച്ചിക്ക് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഗായ്സ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഓണസദ്യ? ഓ, നമ്മുടെ ഓണസദ്യ സൂപ്പറാണ്. നമ്മുടെ മെയിൻ ഷെഫിനെ കാട്ടി തരാം കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ്, രാഗി ചേച്ചിയാണ്. ഇതേ പരിപ്പ് കറി ഉണ്ടാക്കിയ ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, ഞാന്, റെജിനാണ് മെയിൻ അടുത്ത അസിസ്റ്റന്റ്. എല്ലാരും ഉണ്ട്. പപ്പടം ഉണ്ടാക്കി ബിബിന് അപ്പുറത്തിരിക്കുന്നുണ്ട്. ജിന്നൽ ചേട്ടാ, സനി ചേച്ചി എങ്ങനെയുണ്ട് ഇവിടുത്തെ ഓണം? ഞങ്ങള് രണ്ടുപേരും ആദ്യമായിട്ടാണ് ഒന്നിച്ച് ഓണം ആഘോഷിച്ചത്. 6 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് 6 കൊല്ലമായിട്ട് ആദ്യമായിട്ട് ഓണം ആഘോഷിക്കുന്നത്. അത് UK വന്നിട്ട് എന്തായാലും നല്ല നാട്ടിൽ കഴിച്ചതിനേക്കാളും കുറച്ചും കൂടെ സൂപ്പറായിട്ടുള്ള ഫുഡും നല്ല എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഓണം, വീട്ടുകാരുടെ ഒരു ഓണം, അപ്പൊ നമുക്കത് ഭയങ്കര പേഴ്സണൽ ആയിട്ടൊരു സംഭവമാണ്. ഇപ്പൊ ഇപ്പോഴാണെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വന്നതിന് മുമ്പ് നമ്മളിവിടെ എനിക്കുമ്പോ ഓൾറെഡി നാട്ടിൽ ഉച്ച കഴിഞ്ഞു. അപ്പൊ നമ്മൾ എനിക്കുമ്പോ തന്നെ നാട്ടിൽ എല്ലാവരുടെയും സ്റ്റാറ്റസും വീട്ടുകാരുടെ പേഴ്സണൽ ഫോട്ടോസ്, ഫാമിലിയുടെ ഫോട്ടോ, ഫ്രണ്ട്സിന്റെ ഫോട്ടോ കണ്ടിട്ട് നമ്മൾ എനിക്കണം. അപ്പൊ നമുക്കൊരു ഇതുണ്ടായിരുന്നു, അയ്യോ നമ്മള് ഇവിടെ ആയിപ്പോയല്ലോ, നമുക്ക് അതില്ലല്ലോ. പക്ഷെ ഇപ്പൊ ആ ഫീൽ ഇല്ല. അപ്പൊ അത് എല്ലാവരുടെയും ഒരു ഒരുമ, ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു, അതാണ് എനിക്ക് പേഴ്സണൽ. നാളെ ഞാൻ പറ്റി ആലോചിക്കുമ്പോ എനിക്കൊരിക്കലും അതൊരു
സാഡ് മൊമെന്റ് ആയിരിക്കില്ല, എനിക്കതൊരു ഹാപ്പി മൊമെന്റ് ആയിരിക്കും. ഇസ്രായേലിക്കും അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ്. இது வந்து இதான் எனக்கு வந்து ஃபர்ஸ்ட் டைம் லைஃப்ல எனக்கு வந்து ஓணம்ங்கிறதே வந்து லைக் ஃபர்ஸ்ட் டைம் நான் வந்து லைக் இந்தியாவில் இருக்கப்பயும் சரி, இந்தியாவிலேயே நான் வந்து கேரளா இதில் வந்து நான் இதுவரையும் நான் பார்ட்டிசிபேட்டும் பண்ணதில்லை, எனக்கு தெரியாது. பட் ஆனால் கேரளா இவ்வளோ டேகாக இருப்பீங்க, இவ்வளோ ஃப்ரெண்ட்லியாக இருப்பீங்க, அந்த 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 ஃபீல் எனக்கு வந்து കൊടുത്തത് வந்து இங்கே தான். എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നതാ ഈ ഫാമിലിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ UK വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ഫാമിലിയാണ്. അതൊക്കെ ഞാൻ നല്ലപോലെ മിസ് ചെയ്യും. അതായത് ഇപ്പൊ അടുത്ത ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതായിരിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓണം പോലെ ഇതിക്ക് മുമ്പ് ഒരു ഓണോ അത് കഴിഞ്ഞിട്ടൊരു ഓണം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ച് ഇതാണ് ബെസ്റ്റ്. അതായത് കറി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇങ്ങനെ ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ ലൈഫിൽ. അതായത് ഫാമിലിയുടെ കൂടെ ആയിക്കോട്ടെ കൂടി ഞാൻ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അതായത് ഓരോ കറികളും ഇത്ര ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് എഫേർട്ട് എടുത്ത് ചെയ്തതായിട്ട് ഞാൻ എനിക്കറിയില്ല. ഞാൻ വീട്ടില് ഓണൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത്ര ടേസ്റ്റോടുകൂടി കഴിച്ചിട്ടില്ല. പിന്നെ ഇനി അങ്ങോട്ട് പറയുകയാണെങ്കിൽ, ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ എല്ലാ പരിപാടിക്കും ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ടീം. മേക്കപ്പ് ഇടാനായിക്കോട്ടെ, എല്ലാവരെയും സാരി ഉടുപ്പിക്കാനായിക്കോട്ടെ, എല്ലാവരെയും ഉടുപ്പിച്ചിട്ടുണ്ട്. മുടി സെറ്റ് ചെയ്യാനായിക്കോട്ടെ, ടീം എടുത്ത ഇനീഷ്യേറ്റീവ് നമുക്കത്ര മോശം ഇതല്ല. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് മുടിയാണ് നമുക്കെല്ലാം മെയിൻ. അതെല്ലാം പോയി അതിനുവേണ്ടി മെയിൻ ഇനീഷ്യേറ്റീവ് എടുത്താണ് ടീനു. പിന്നെ പൂക്കളിടാനായിക്കോട്ടെ, 11:30 ശേഷമാണ് അത് ഇട്ട് തുടങ്ങിയത്. അതിനുവേണ്ടി സെയിം, അതായത് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത ലിബിൻ ചേട്ടൻ, ജിൻലാട്ടൻ, അതാണ്. അങ്ങനെ അത്ര നല്ലൊരു എഫേർട്ട് അവരെടുത്ത്, അതിനുവേണ്ടി പ്രത്യേകം നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ഓണം പരിപാടിക്ക് പങ്കെടുത്ത എല്ലാവർക്കും വലിയ കൈയടി, ഭയങ്കര താങ്ക്സ്. എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുത്തു. ആദ്യമായി തന്നെ നമ്മുടെ ലെമൺ ആൻഡ് സ്പൂണിൽ പങ്കെടുത്ത് വിജയിച്ച ഗേൾസ് ടീമിൽ നിന്നും ബോയ്സ് ടീമിൽ നിന്നും വിജയിച്ചാണ്. ആദ്യമായിട്ട് ബോയ്സ് ടീമിൽ നിന്ന് വിജയിച്ച നമ്മുടെ സ്വന്തം എന്തോച്ചൻ സമ്മാനദാനം നൽകുന്നതിനായി ഉണ്ണിച്ചേട്ടനെ വിളിക്കുന്നു. ഇതാണ് ഗിഫ്റ്റ്. അടുത്തതായി ഗേൾസ് ടീമിൽ നിന്ന് നമ്മളെ എല്ലാവരും തോൽപ്പിച്ച് വിന്നേറിയ നമ്മുടെ വീട്ടിൽ കുട്ടി അതുപോലെ തന്നെ സംഘടനയുടെ പ്രസിഡന്റും നമ്മുടെ സ്വന്തം ജാവി ചേച്ചിനെയും ഉണ്ണിച്ചേട്ടനെയാണ് ഞാൻ നന്ദി പറയുന്നത്. വേറെ ഒന്നുമല്ല, 1.5 മാസം മുന്നേ അവരിതിനു വേണ്ടി തമാശയൊക്കെ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ 1.5 മാസം മുന്നേ അവർ ഇതിനു വേണ്ടിയിട്ട് തീരുമാനമുണ്ടാക്കി. അതിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ചവരാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു നന്ദി പ്രസംഗം നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഇയർ നമുക്ക് ഇതിലും അടിപൊളിയായിട്ട് ആക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും സന്തോഷം സമൃദ്ധമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എനിക്ക് സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ് ഇന്ന്. എനിക്ക് എല്ലാവരും UK വന്നിട്ട് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഈ UK വന്നിട്ട് ഓണം ആഘോഷിക്കുന്നത്. എല്ലാവരെയും ഈ തലേ ദിവസം തൊട്ട് തന്നെയാണ് ഞാൻ ആഘോഷിക്കാൻ തുടങ്ങി. ഞാൻ കുറച്ച് ഫിറ്റാണ്. ഓക്കെ, അപ്പൊ എല്ലാരും ഹാപ്പിയാണ്. എല്ലാരും ഫുഡിലായാലും എല്ലാത്തിനും ഹാപ്പിയാണ്. എല്ലാരും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാപ്പി ഓണം ഒന്നോടെ എല്ലാവർക്കും.